ഇന്ന് നാം ഈ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിലാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം ദൈവം നമുക്ക് വളരെ നല്ലവനാണ്. ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചു. ദൈവം നമുക്ക് ആവശ്യമായതൊക്കെ നൽകി, നമുക്ക് സംരക്ഷണം നൽകി. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരുന്നു. ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തി. ഇന്ന് നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരാം. ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൃപകളോടും കൂടി നാം ദൈവത്തെ ആരാധിക്കുക. വാസ്തവമായി ദൈവത്തിന്റെ സാന്നിധ്യം നാം ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച എന്റെ മക്കളാകുന്ന ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നല്ലവനായിരുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചു, ഞങ്ങളെ വിടുവിച്ചു. ഇന്ന് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോട് ഇരിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ കവിയുന്ന ഒരു അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഞങ്ങളുടെ ജനങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആവശ്യങ്ങളെ അറിഞ്ഞ് എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. അവിടുത്തെ എല്ലാ കൃപകൾക്കും ഉപകാരങ്ങൾക്കുമായി സ്തോത്രം. ഇന്നത്തെ ആരാധനയുടെ എല്ലാ മിനിസ്ട്രികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഓരോ മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തികളെ കർത്താവിന്റെ കൃപയാൽ നിറച്ചു കൊള്ളണമേ. ഇന്ന് പൽക്കാലമെല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. Sister Annie will lead us in song, and then Brother Wilson will lead us in prayer. Praise the Lord. I share the Let's see.
ആനന്ദ
നമുക്ക് വീണ്ടും നമ്മുടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം പറയുന്നത് ഒരുവന് വേണ്ടി തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് സൗഖ്യം വരുമെന്നാണ്. നമ്മളെല്ലാവരും കർത്താവിന്റെ കാവൽക്കാരാണ്, ദേശത്തിന്റെ കാവൽക്കാരാണ്. നമ്മൾ പ്രാർത്ഥന വീരന്മാരാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് പ്രാർത്ഥിക്കുവാനും ആമേൻ കർത്താവിനെ ആരാധിക്കുവാനും ഒക്കെയുമാണെന്നുള്ള ആമേൻ ഹല്ലേലൂയ വലിയ ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നതാണ്. നമ്മൾ എത്ര പ്രയാസത്തിലായിരുന്നാലും നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെയും ചെയ്യുന്നത്. ചില വിഷയങ്ങൾ ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നാം ഈ രാവിലെ സമയം അല്പസമയം ചെലവഴിക്കുകയാണ്. ചില വിഷയങ്ങൾ ഞാൻ ഒന്നിച്ച് പറയുകയാണ്. ആദ്യമായി നമുക്ക് നമ്മുടെ ഈ സഭയെ വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സഭ 2 മാസത്തിൽ കൂടുതലായി ഈ ഭൂമിയുടെ പ്രദേശത്ത് ഇങ്ങനെ ഒന്ന് ആരംഭിക്കാൻ തക്കവണ്ണം പിന്നെ മക്കൾക്ക് കൊടുത്ത വലിയ ആഗ്രഹത്തിനായി താല്പര്യത്തിനായി ഈ സഭയെ നമുക്ക് മുറ്റുമായി വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം ഈ സഭയെ വിശാലമാക്കുവാനായി ആമേൻ ഹല്ലേലൂയ ഫോണിക്ക് ഒരു അനുഗ്രഹമായി ഈ സഭ തീരുവാനായി നമുക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അത് നമുക്ക് ദൈവത്തോടുള്ള ധൈര്യമാണല്ലോ. ആമേൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ആമേൻ. ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ സ്വർഗം തുറക്കുവാനുള്ള താക്കോലാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാൽ കഴിയാത്തത് ഒന്നുമില്ല. നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണല്ലോ. രാവിലെ സമയം ചില വിഷയങ്ങൾ ഞാൻ പറയട്ടെ. ആമേൻ ഹല്ലേലൂയ. പാസ്റ്റർ PM തോമസ് ഏലിയാമ്മ തോമസ് ഈ ദേവദാസനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2 ദേവദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ആ ദേവദാസന്മാരെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കാം. അവര് ഈ പൂനെയുടെ പ്രദേശത്തേക്ക് കടന്നു വന്ന ഇങ്ങനെ ഒരു സഭയില് ആയിരിക്കാൻ നമുക്ക് ചുരുക്കം പേർക്കായി ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ ഈ ഭവനം നമുക്ക് വേണ്ടി തുറന്നു തന്ന ഈ കുടുംബത്തെ വഹിച്ചുകൊണ്ട് നമുക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കാമല്ലോ. ദൈവം വരും ദിവസങ്ങളില് നമ്മെ അനുഗ്രഹിപ്പാന്, ആത്മീയമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാന് അനേക ആത്മാക്കൾ ആമേൻ ഈ ഭൂമിയുടെ പ്രദേശങ്ങളിൽ ഇവിടെ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ഈ സഭയെ മുറ്റുമായി ഈ കുടുംബത്തെ വഹിച്ചുകൊണ്ടും ദൈവദാസന്മാരെ വഹിച്ചുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ആനി ഫിലിപ്പ് ബ്രദർ പ്രസാദ് ആൻഡ് അടിയനും കുടുംബവും ഇബ്രാഹിം കുര്യൻ ആൻഡ് മിനി കുര്യൻ ഗ്രേസി കുട്ടിമത്തായി ജസ്റ്റിൻ സാം ആൻഡ് റവറൻഡ് ജോൺ തോമസ്, എലിസബത്ത് തോമസ്, ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരാണല്ലോ. ഈ പ്രിയപ്പെട്ടവരെ നമ്മൾ വഹിച്ചുകൊണ്ട് ഡെയിലിയുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പാസ്റ്റർ ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, പാസ്റ്റർ ഡെയിലി ഈ കുടുംബങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദേവദാസനാണല്ലോ. അപ്പോൾ നമ്മൾക്ക് വീണ്ടും നമ്മുടെ പ്രാർത്ഥനയിലും ഈ കുടുംബങ്ങളെ അന്യോന്യം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് മുമ്പിലുള്ള ദിനങ്ങൾ നമുക്ക് ആമേൻ ഹല്ലേലൂയ ധൈര്യം പകരുന്നതോ ആമേൻ നമുക്ക് സന്തോഷം പകരുന്ന ദിനങ്ങളല്ല. 2024 അവസാന നിമിഷങ്ങളിൽ കണ്ട പലരും ആമേൻ ഈ നിമിഷം കാണുവാൻ ഈ ലോകത്തിലില്ല. അവരൊക്കെയും പലവിധമായി നമ്മളെ വിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നുപോയ ഒരനുഭവത്തിലാണല്ലോ. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ആയുസ്സും ആരോഗ്യം തന്ന് ഈ ഭൂമിയിൽ നമ്മുടെ നിർത്തിയത് ദൈവത്തിന്റെ പദ്ധതിയാണ്. 2025 നമുക്ക് ദാനം തരുന്നുവെങ്കിൽ നമ്മളാലാവോളം ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി നമ്മളെ ഉപയോഗിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ രാവിലെ സമയം പ്രാർത്ഥിക്കാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളില് ദേവദാസനെ ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ KJ മാത്യു നോർത്ത് ഇന്ത്യയുടെ നോർത്തിന്റെ പ്രദേശത്ത് പെർസിക്യൂഷൻ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നല്ലോ. നമ്മളത് അറിയുന്നല്ലോ. അവിടെ അനേക ദേവദാസന്മാരെ ഉപദ്രവിക്കപ്പെടുന്നു.
മറ്റ് പല ചാനലിൽ കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം എവിടെ പ്രഘോഷിക്കുന്നു ഗവൺമെന്റ് ഒക്കെയും അതിനെതിരാണ്. ആമേൻ. അവരെയൊക്കെയും പീഡിപ്പിക്കുകയും തടങ്കലിലടക്കുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളിൽ കൂടി ദൈവദാസന്മാർ അവിടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ദൈവദാസന്മാരെയും ഈ പേര് പറയപ്പെട്ട KJ മാത്യു എന്ന് പറയുന്ന ഈ ദൈവദാസനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ ദൈവദാസനെ ഓർപ്പിച്ചതുപോലെ ബ്രദർ നൈനാൻ തോമസ്, അദ്ദേഹം ലുക്കീമിയയാൽ ഭാരപ്പെടുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കുവാനാണ്. ഏത് രോഗത്തിന്റെ മേലും കർത്താവിന് അധികാരമുണ്ട്. ദൈവത്തിന്റെ വചനം പറയും, ഞാൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവയാണ്. നമ്മുടെ ശരീരങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചറിഞ്ഞവരാണ് രോഗത്തിന്റെ മേൽ അധികാരമുള്ളത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ആ പ്രിയ ബ്രദറിനെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ സിസ്റ്റർ സുമിയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവം അവർക്ക് ബലം പകരുവാന്, ആമേൻ, കർത്താവിന് ധൈര്യം അവർക്ക് കൊടുക്കുവാന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഈ പറയപ്പെട്ട വിഷയങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ഇടയിൽ മറ്റു പല വിധത്തിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. ആമേൻ. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മീറ്റിങ്ങുകളിൽ പങ്കെടുത്തപ്പോൾ ഈ സിറ്റികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം, ആമേൻ, ഗാർലൻഡ്, റോലറ്റ്, ആമേൻ, സണ്ണിവെയിൽ, അതുപോലെ തന്നെ മെസ്കീറ്റ്, ഫോണി, ഈ സിറ്റികൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എല്ലാ വ്യാഴാഴ്ചയും ഈ സിറ്റികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഈ സിറ്റികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ സിറ്റിയിൽ അനേകരെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കൊടുത്ത് ദൈവം എന്തെന്നറിയാതെ, ദൈവത്തിന്റെ നാമം എന്തെന്നറിയാതെ, കർത്താവിന്റെ ശക്തി എന്തെന്നറിയാതെ ജീവിക്കുന്ന അനേകരുണ്ട്. ഭാഷ ഏതായിക്കൊണ്ട്, ജാതി ഏതായിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് ഈ രാവിലെ സമയം നമുക്ക് അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഈ ചെറിയ സമയമാണ് നമ്മൾ കൂടി വന്നെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തരും. ഈ വിഷയങ്ങളെ എല്ലാം ഭവിച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന 2 പേർക്ക് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുകയാണ്. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ കഴിയുന്ന അപേക്ഷ ദൈവമേ, ഞങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, സ്തോത്രം, 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 സ്തോത്രം.
സഹായിക്കണമേ. അങ്ങയുടെ വേലയ്ക്കായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം അവരെ സഹായിക്കുമാറാകണമേ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവിയൊക്കെയും അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതരായി സ്വന്തമായ ഭാവി കർത്താവ് നൽകുമാറാകണമേ. വിദ്യാഭ്യാസത്തിലെ ജോലിയിലൊക്കെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ദൈവമേ അവിടുന്ന് സൈന്യം കൊണ്ടുപോയാൽ ജീവനോടെ ദേശത്ത് ആരോഗ്യത്തോടെ ആയുസ്സോടെ ബുദ്ധിയോടെ ഓർമ്മശക്തിയോടെ വിടിവിച്ച വിധങ്ങളെ പലയിടങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് കർത്താവെ. പല കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾ ട്രാവൽ ചെയ്ത ഇടങ്ങളിലെ എല്ലാ വിശ്വസ്തയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്റെ അപ്പച്ചനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അടികളെ ഹല്ലേലൂയ അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിൽ തരുന്നതാകാ അടികളോട് മനസ്സലിയണമേ കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ ഇമ്പസ്വരം അടികളെ കേൾപ്പിക്കണമേ. അങ്ങടികളെ എന്തിനു വിളിച്ചിരിക്കുന്നത് മനസ്സിലാക്കി കർത്താവെ. വർഷദാനമായി കർത്താവെ അങ്ങേക്ക് വേണ്ടി
വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ അടിയങ്ങളെ ഓരോ കുടുംബങ്ങളെ കർത്താവിന്റെ അടിയ അങ്ങയോട് യാചിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ദൈവദാസനെയും ഹല്ലേലൂയ മകനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർക്ക് ദാനമായിപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാം തലമുറകളെ കൊച്ചുമക്കളെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാവരെയും അങ്ങ് സഹായിക്കുമാറാകണമേ കർത്താവേ. ദൈവകൃപയിൽ അവരെല്ലാവരും ആയിരിക്കുന്നത് സൂക്ഷിച്ചു കൊള്ളണമേ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ മക്കളെ പോക്കുവരവിലെല്ലാം കർത്താവ് കൂടെ ഇരിക്കണമേ. ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമേ എന്റെ കർത്താവേ അങ്ങ് ഹല്ലേലൂയ മാനിപ്പാൻ ശക്തനാണല്ലോ കർത്താവേ. അങ്ങയുടെ കരം കൂടെ ഇരുന്ന് സഹായിക്കണമേ. നിന്റെ പല കാര്യങ്ങളൊക്കെ കൂടെ ഇരിക്കണമേ. ബിസിനസ്സിലെല്ലാം കർത്താവ് കൂടെ ഇരിക്കണമേ. ദൈവകൃപയിൽ നിന്റെ മക്കളെ അങ്ങ് ശക്തമായി വീണ്ടും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ദൈവമേ ഈ ഭവനത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പിതാവേ ഹല്ലേലൂയ. സത്ബ്രദറിനെ ഹല്ലേലൂയ നിന്റെ സിസ്റ്ററെ പൈതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ പിതാവിനെ മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ ഒരു വർഷക്കാലം കർത്താവേ അവരെ ഒന്ന് അനർത്ഥങ്ങളിൽ ആപത്തിൽ നിന്നൊക്കെ വിടുവിച്ച് കർത്താവ് നടത്തിയല്ലോ. ഇവിടെ എല്ലാ വിശുദ്ധർക്കുമായിട്ട് നന്ദി കർത്താവേ. തിരുസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളിലും ദൈവത്തിന്റെ അത്ഭുതകരെ ചലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. കുടുംബമായി തൃക്കരകളിൽ തരുന്നു, അനുഗ്രഹിക്കുമാറാകണമേ. വർഷകാലം സൂക്ഷിച്ച വിശ്വസ്തതയ്ക്കായി നന്ദി അപ്പ. പുതുവർഷത്തിൽ കർത്താവേ നിന്റെ മകളെ തിരുസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ എല്ലാം വിടുതൽ കണ്ട് ഹല്ലേലൂയ സന്തോഷിക്കുന്ന ഹല്ലേലൂയ വർഷമാക്കി കർത്താവ് തീർക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഓ റബല ഹദന ദീന രഗദര ഹദനാദരേ ബബ ഓ രഗദര ഹദനാദരേ അനേകം സാക്ഷ്യം പറയത്തക്ക വിധം ഉദരദാന ഹാദഹത്തന കദാര ഹദനാദരേ ബബ വിഷയങ്ങളെ പ്രവർത്തിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൈതലടിയോടൊപ്പം കടന്നു വരുവാനും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാനൊക്കെയും അങ്ങ് കൊടുത്ത അവസരത്തിനായിട്ട് നന്ദി, അവന് കൊടുത്ത മനസ്സിനായിട്ട് നന്ദി. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ മാതാവിനെ പിതാവിനെ സഹോദരിയെ അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കോടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ഹല്ലേലൂയ നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ലല്ലോ പിതാവേ. അനേക മക്കളെ കർത്താവേ ഹല്ലേലൂയ എന്റെ ദൈവത്തെ അറിഞ്ഞ ദിവസങ്ങളിലെ ഹല്ലേലൂയ സത്യസഭകളിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാക്കി തീർക്കണം കർത്താവേ. അനവധി മക്കളെ കൂട്ടിവരുത്തണമേ. അനേകരുടെ വിഭജനം ചെന്നെത്തുവാൻ അനേക സത്യദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിയുന്ന നാളുകളാക്കി ഈ നാളുകളെ തീർക്കുന്നതിനായിട്ട് നന്ദി. അനേകാത്മാക്കളെ കൂട്ടിവരുത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അനവധി വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ. ലുക്കിനിയായിട്ട് ഭാരപ്പെടുന്ന നൈനാത്മസ്ത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ വിളിച്ച ദൈവമാകർത്താവേ അങ്ങേക്ക് ഒരു കാര്യവും സാധ്യമല്ല. അത് രോഗസൗഖ്യദായകന് രോഗം നീക്കുന്ന മരുന്നുവാണല്ലോ കർത്താവേ. അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ അങ്ങയുടെ ശക്തി നിന്റെ മകനെ വ്യാപരിച്ച് വിടുതലും സൗഖ്യവും കർത്താവ് കൽപ്പിക്കുമാറാകണമേ കർത്താവേ. അനേകരുടെ മുമ്പില് ജീവിക്കുന്ന സാക്ഷിയാക്കി നിന്റെ മകനെ നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സഞ്ജുരന്റെ ഫ്രണ്ടിന്റെ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഹാർട്ട് സർജറിക്ക് അടുത്ത മാസം കടന്നു വന്നെന്ന് കേട്ടല്ലോ കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്യണം, കരം നീട്ടണമേ, തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുവിശേഷവേലക്കാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ. സത്യസുവിശേഷം അറിയിക്കുന്ന എല്ലാ ദൈവ മക്കളെ അപ്പച്ചൻ പ്രൊട്ടക്ട് ചെയ്യണേ കർത്താവേ. ദൈവത്തെ ചിന്നോട്ടിന്റെ കഷ്ടം അനുഭവിക്കുന്ന ആ ദൈവദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് വിടുവിക്കുമാറാകണമേ, വിടുവിക്കുമാറാണ്. അടികൾ അറിയാത്ത അനവധി മക്കളുണ്ട് കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. അവരെ എല്ലാം കർത്താവ് വിടുവിക്കണമേ കർത്താവേ. പുതുവർഷ കർത്താവേ ആത്മാക്കളെ ദാഹവടികൾക്ക് തരണം കർത്താവേ. ഒരാൾ പറയുമ്പോൾ കേൾക്കുന്നതല്ല, അടികളെ ഹൃദയം നീണ്ടത് വരുവാൻ കർത്താവേ. അടികളെ വിടുവിച്ച ദൈവത്തെ മറ്റുള്ളവരോട് പറയണമെന്നുള്ളൊരു പാഷൻ അടികൾക്ക് എല്ലാവർക്കും തരണം. ആത്മാക്കൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിപ്പാന്, അനേക ആത്മാക്കളെ കണ്ട് സന്തോഷിപ്പാന് ഈ 2025 ദാനമായി തരുന്നുവെങ്കിലെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ദുഃഖത്തിന്റെ കാര്യങ്ങളിൽ തന്നത്തെ ശുശ്രൂഷയെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും പ്രാപ്തരാക്കുന്നതിനായിട്ട് നന്ദി, പ്രാർത്ഥനകൾക്കായിട്ട് നന്ദി. അടിയുടെ ഒരു കുറവും കർത്താവെ പ്രാർത്ഥനയുടെ വിടുതലിന് തടസ്സമാകല്ലേ. ഉന്നേഷത്തിന്റെ തിരുനാമത്തിൽ താഴ്വയുടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകളുടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ കർത്താവേ. ഈ രാവിലെ സമയം ചുരുക്കം പേരാണ് എന്റെ സന്നിധിയിൽ നടത്തി വരും. പല കാര്യങ്ങളും ഞങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങയോടുള്ള ധൈര്യമാണ്. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കേൾക്കും എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച് അറിഞ്ഞവരാണ്. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും നിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലുക്കുമിയാൽ ഭാരപ്പെടുന്ന തന്റെ സഹോദരന്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു.
സിസ്റ്റർ സുമിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലൂടെ കടന്നുപോകുന്ന ആമേൻ കർത്താവ് പാസ്റ്റർ കെ.ജെ. തോമസിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശ്വാസമായ വചനം, ദൈവത്തിന്റെ വായായ വചനം, അങ്ങായ വചനം കർത്താവെ അയച്ചതിന്റെ കുഞ്ഞുങ്ങളെ വിട്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളുടെ മേലും സൗഖ്യമുള്ള കർത്താവെ, ക്യാൻസറിന്റെ സെല്ലുകളെ കരിയിച്ചു കളയുവാൻ പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചറിഞ്ഞവരാ കർത്താവെ, ഇന്ന് രാവിലെയും അങ്ങയുടെ കൈ മുറുകിയിട്ടില്ല, അങ്ങയുടെ ചെവി മന്ദമായിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വരും ദിവസങ്ങളിൽ വിടുതൽ കൊണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് പകൽക്കാലം അനുഗ്രഹിക്കണമേ കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷകളെ മാനിക്കണം. ദേവദാസന്മാരെ നീ ബലപ്പെടുത്തണം. പ്രത്യേകിച്ച് കർത്താവെ, നാട്ടിലായ ദേവദാസനെയും കുടുംബത്തെയും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നെൽസൺ ജോൺ പാസ്റ്ററെയും കുടുംബത്തെയും നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. നിന്റെ മക്കളെ വീണ്ടും ബലപ്പെടുത്തി ദൈവമേ ഈ സഭയിലേക്ക് അനേകരെ ഈ സിറ്റിയിൽ നിന്ന് കൂട്ടിവരുത്തി ഒരുമിച്ച് സന്തോഷിപ്പാൻ ഇടവരുത്തണമേ കർത്താവെ. പ്രാർത്ഥനയും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. Amen. Amen. Praise the Lord. പ്രാർത്ഥനാ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ദൈവത്തിന്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചു. അതിനായി സ്തോത്രം. ഇന്ന് നമുക്ക് എഴുന്നേറ്റ് നിന്ന് 103 സങ്കീർത്തനം, സാംസ് 103. നമ്മൾ ഈ വർഷത്തിന്റെ അവസാനത്തെ ആഴ്ചയിലാണ് ആയിരിക്കുന്നത്. So everything that we do here today will reflect the end of the year. 103 സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും ഫലിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുകയും എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Hallelujah. We thank you, Jesus, for everything that you have done for us. Thank you for the divine protection. Thank you for your provisions, and thank you for our life. Thank you for our health. And everything that you have done for us. We give you all glory and honor. In Jesus' name I pray. Amen. Please be seated. So as everybody know that we are officially on the last Sunday of the year. Since we don't have the watch night service as we planned, this service will be a semi watch night service. So
So there will be sometime if anyone wanted to say a word or testimony, I will give you time for it. But I'm not going to force anyone because something I do believe in is that we have to do everything with the comfort at the comfort level. There's a comfort level. Everybody have a comfort level. Some people feel comfortable coming up and speaking, and some people don't. And some people feel comfortable in praying in public, and some people don't. So I believe that we have to make sure everybody do what they do because they are comfortable in doing it. So if you feel comfortable saying a word of testimony, you can. I will give you time momentarily. But today, as usual, we are recognizing our birthdays and anniversaries, and we don't have any birthday this week. Last week we had Brother David's birthday. We recognized that last week. And this week we are recognizing the anniversary of our giant and a machi. Anniversary. Dirkala വിവാഹ anniversary. എത്ര വർഷമായിട്ട്? 55 years and 1 day. Thank God. Let's praise God. Hallelujah. Hallelujah. നമുക്ക് അച്ചായനും അമ്മച്ചിക്കും വേണ്ടി നാം പ്രാർത്ഥിക്കും. ഇന്ന് ഓഫറിങ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മെസ്സേജ് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. So because I wanted to pray for all of you. And since we are saying goodbye to 1 year and embracing another year, I wanted to pray for all of you and for all the needs. So we will pray at that time. So with that said, if anyone would like to say a word of testimony, you can do it now, but I'm not forcing anyone. It's at your, if you're inspired, if your heart says something that you need to mention, then you could. ദൈവം പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ തീരാത്ത ദാനങ്ങൾ നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കാനായിട്ട് 2024 ദൈവം സഹായിച്ചു. എന്നാൽ പുറകോട്ട് ചിന്തിക്കുമ്പോൾ കർത്താവിന് വേണ്ടി അതിലൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിങ്ങനെ എല്ലാ വർഷവും അവസാനം ഇങ്ങനെ സാധാരണ ചിന്തിക്കുകയല്ലാതെ പിന്നെയും അങ്ങനെയൊക്കെ തന്നെ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ വളരെ ആഗ്രഹിക്കുകയും എൻ്റെ കുടുംബ സഭയോട് പറയുകയും ചെയ്തു, ഈ പുതുവർഷത്തിൽ ഞങ്ങളെ കുടുംബമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അനേക ഇടങ്ങളിൽ കടന്നു പോകാനും പ്രാർത്ഥിക്കാനും ദൈവം എന്നെ വിടുവിച്ച വിധങ്ങൾ അനേകരോട് സാക്ഷീകരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ ഒരു മിഷണറി ഫാമിലി പോലെ ഞങ്ങൾക്ക് വലുതൊന്നും വേറെ ആഗ്രഹിക്കുന്നില്ല. ഒരു മിഷണറി ഫാമിലി പോലെ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ മാത്രം ഈ സത്യം അറിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ 2 കുടുംബത്തിലെ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കടന്നു പോകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തക്ക സമയത്ത് ഇടയായിരിക്കും. ഞങ്ങളുടെ 4 സഹോദരങ്ങളെ കുടുംബങ്ങളെ പോയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്കറിയാം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു പേരെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആത്മീയരായ ദൈവത്തിന് പ്രയോജനമുള്ള അനേകാത്മാക്കളെ ദൈവം ഞങ്ങളെ ഉപയോഗിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. Praise the Lord. I usually don't like to say testimony. It's one of those things that I just don't like to do. But I just want to thank God for everything that He's done this year. He's taking care of all of us. In the middle of all our troubles, He's been faithful. With all the different accidents with my mom, He's been faithful. I don't know how that woman survives. Even if you go to the hospital, every x-ray shows never any broken bones, never any stitches, even if blood comes out from her head. So many things happen, but somehow, like God said, He protects every single one of her bones. And I thank God for that. I thank God for His grace for keeping my dad alive, for keeping him all this time, for helping Shadchan this year to actually start working with something that no one ever thought was possible. He started working. I thank Him for all His blessings, for helping my daughter, for helping me, for everything. Specifically, I wanted to
just for a word of encouragement. Even though this is a very small church and it's not as fancy as the other ones, I just want to give a word of testimony. So ever since I started my law office in 2009, I've never really gone through any months, even in the beginning months, I never went through any months without getting any consultations or cases or anything like that. And as the years went by, there's a certain number of cases that I know that I must have to keep it going, and that I know that everything's working well. And everything was going so good, especially the last 4 or 5 years, like cases on cases on cases, you know, it was a blessing from God. It's never my own ability, that I know 100%, it's 100% God. I always say, no matter what Google does, no matter what Yahoo does, I know that every case that I get, God gives it to me. And He enables me to do all that. Having said that, when we started to do, when we spoke with the pastor, and pastor said that October 20th we'll start the church, right? So since October 11th, and October 11th was the last time that I got any cases that hired me. And October 11th was the last one. October 20th, the church started the service here. And so by end of October, I'm thinking, this is weird, no cases. And then all of November, absolutely no cases at all. And I knew this is not normal, because all of a sudden for it to just completely dry up like that was very abnormal. So and then December came, and all the way to the middle of December, and I knew this is definitely a spiritual attack. Because if I don't get clients, I can't pay the bills. If I can't pay the bills, we can't have a church here. You know, so I always told God that it's God's responsibility. If He wants a church here, if He wants to start a church, then that's fine. He has to pay my mortgage, you know. It's not a small mortgage either, that's the other thing. So about 2 weeks ago, I told Pastor Nelson and Auntie, and I told them, you know, in confidence, I said, this is what's going on, it's not normal. I know this is a spiritual attack. You know, the enemy was fighting because, you know, because we started a church inside the house. And so I knew that. So they prayed. That same evening, I started getting cases. And that week I got 5 new cases. This week I got another 3. So this is something that shows the power of God's prayer. It's always, He does great things when it's not fancy, when no one's trying to get the glory. So I give Him all the glory. I thank Pastor and Andy for praying for me. I thank you guys for that. But God gets all the glory. So I just want to thank God for that. Please keep us in your prayer, and also for Bavina too. She's going through some physical issues, and by God's grace, her anemia is better, but she still has issues with her neutrophils and white blood cell counts and stuff, so she's not feeling well today either. So just keep her in your prayer, and of course she's a teenager, so keep her in prayer in that regards as well. But I thank God for her; she's been a blessing in our life, and I thank God for all of you guys who have been praying, who've been keeping us in prayer. It's a strength for us. Thank you. Let's praise God for that prayer that is answered. May God bless you more. Anyone else? Praise you, Jesus. Lord, hallelujah. Amen. Yes, Lord. Hallelujah. Yes. Hallelujah. Yes. Yes. Amen. Amen.
സഭയിലുള്ള എല്ലാവരെയും ദൈവങ്ങളുടെ ജീവിതത്തിൽ അത്രയും വർഷക്കാലം അനേകമായ അനുഗ്രഹങ്ങളും നന്മകളും സഭയ്ക്ക് വേണ്ടി അനുഗ്രഹമായി തീരുവാനും സഭയെ വളർത്തുവാൻ നമ്മളെ ദൈവമേ ഞങ്ങളെ ദൈവങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം താഴ്ത്തിയേൽപ്പിച്ച് പ്രാർത്ഥന ചെയ്യുന്നു. Jesus, my Savior forever. He bought me and He sought me with His redeeming blood. He loved me ere I knew Him, and all my love is to Him. He plunged me to victory beneath the cleansing flood. ദൈവനാഥനാഥന്റെ സ്തോത്രത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ പതിനായിരം ഇവിടെയുള്ളവരുടെ ദുഃഖപ്പെട്ട കൂട്ടരോടൊന്നിച്ച് ദൈവത്തെ മാത്രപ്പെട്ട് ദൈവയുടെ കൃപയ്ക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഞാൻ മാസങ്ങളായി ഞാൻ സാക്ഷിയൊന്നും പറയാതെ ഒരു സഭയിലും പോകാതെ വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ സഭ മുതലെടുത്തതെന്ന് ഞാൻ 100% വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനാൽ ഈ സഭയിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. സഭയുടെ വളർച്ചയുടെ ആരംഭഘട്ടങ്ങളിൽ ചിലപ്പോൾ നിരാശ തോന്നാം, ചിലപ്പോൾ വിഷമങ്ങൾ തോന്നാം, ചിലപ്പോൾ നമ്മൾ പുറകോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ദൈവം ആരംഭിച്ച സഭയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അതിനെ വളർത്തും. ഈ ദേശനിവാസികൾക്ക് മാത്രമല്ല അനേക സഭകൾക്ക്, അനേക രാജ്യങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരുമെന്ന് ദൈവം നമുക്ക് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ ആരംഭിക്കാം. പ്രാർത്ഥനയാണ് ഇതിന്റെ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മുട്ടുമ്പോൾ തുറക്കുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരവെക്കുന്ന ദൈവം യഹോവ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാകിയ സ്തോത്രം. ഹല്ലേലൂയ. അനേക സഭകൾ ഈ ദേശത്തുണ്ട്. നല്ല സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന ഒരു സഭ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് വലിയ കൂട്ടങ്ങളെയല്ല വേണ്ടതെന്നാൽ ദൈവത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സഭ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ദൈവം അതിനു വേണ്ടി പ്രവർത്തിക്കും. കുടുംബമായി നിങ്ങൾ ഒന്നിച്ചു കടന്നു വന്ന് ആരാധിപ്പാനും ഞാൻ പ്രാർത്ഥനയെ കുറിച്ചിരിക്കുന്നു. അടിയങ്ങളെ എത്രത്തോളം വഴികൾക്ക് ദൈവം കൂടെ അടിയങ്ങളുടെ മിടുക്കൊക്കെ കഴിവൊന്നുമല്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഈ ഫോൺ പ്രദേശത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം അത് മുന്നമേ കണ്ട് കൂട്ടി വരുത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ദൈവത്തിന് വേണ്ടി അതിന് പ്രയോജനമുള്ളവരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ തക്ക സമയത്ത് ദൈവം അത് നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിയങ്ങളെയും കുടുംബമായി അവർക്ക് പ്രാർത്ഥിക്കണം. ഈ സഭയിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ദേവദാസനെയും കുടുംബത്തെയും പല വർഷങ്ങളായി അറിയുന്നതാണ്. എന്നാൽ തക്ക സമയത്ത് ദൈവം ഇങ്ങനെ പ്രവർത്തിച്ച കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ അടിയങ്ങളെയും സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരുന്നു. ഒരുകിയവൻ രക്ഷാ മാർഗമതിരുന്ന് ദേവാദി ദേവനി ആരിൽ വന്നു പാപിയെ തേടി വന്നു വല്ലവനായി മരിച്ചുയർത്തു ജീവിക്കുന്നു ദൈവത്തിന്റെ അതിപരിശുദ്ധമാകട്ടെ. കർത്താവ് തന്റെ കൈകൾ കൊണ്ട് താരങ്ങൾ നിരത്തി ഗഹനെ വെക്കുന്നതിന് മുമ്പേ കണ്ടിരുന്നു. അതാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിന്റെ കൃപയാണ് നമ്മളിവിടെ. സിസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങളും ഒരു ചർച്ചിലാണ് ഞങ്ങൾ അനേക വർഷങ്ങൾ ആരാധിച്ചു. ഫോണിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കർത്താവിനെ ഇതിലെ ഒരു സഭ. അത് ആള് പൂർണ്ണമെന്നുള്ളതല്ല, നമുക്ക് ആരാധിപ്പാൻ ഈ ഫോണിൽ ഒരു സഭ. ഈ ഫോണിൽ അനേക ദൈവമക്കൾ അല്ലാത്തവരായിട്ടുള്ള ആൾക്കാരുണ്ട്, സമുദായ കെട്ടുപാടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ വീടുകൾ പണിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവം ഇങ്ങനെ ഒരു സഭയെ ഇവിടെ തന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ സംഭാഷണം സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു,
നമുക്ക് മറ്റൊരു സഭ പൊട്ടിച്ചുകൊണ്ട് വന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നതിൽ വലിയ കാര്യമില്ല. അങ്ങനെയാണ് ഇവിടെ സഭകളൊക്കെ കൂടുതൽ ഉണ്ടായിട്ട്. അപ്പം വരുമ്പോൾ തന്നെ ഒരു 10, 25, 50 പേർക്ക് കാണും. അപ്പം കുറെ നല്ല ആൾക്കാരാണ്. പക്ഷേ നമുക്ക് പ്രാർത്ഥിച്ചാൽ ഈ സഭയെ ദൈവം വളർത്തും. അത് മറ്റൊരു സഭ പൊട്ടിച്ചു വരുന്നതല്ല, പുതിയ ആത്മാക്കൾ വന്ന് സ്നാനപ്പെടുത്തക്കവണ്ണം ദൈവം വഴി ഒരുക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ ചെറിയ കൂട്ടത്തെ ദൈവം വീണ്ടും അനുഗ്രഹിക്കും. അതിനായി ഈ കുടുംബത്തെ നമുക്ക് എന്നും ദൈവത്തിൽ പ്രാർത്ഥിക്കണം. വരും ദിവസങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഈ കുഞ്ഞുങ്ങള് ഇവരെ കുടുംബമായിട്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് തന്നപ്പോൾ 2025 ദൈവം അവരെ അതിശക്തമായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഭൗതികമായ നന്മകളും അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം നമ്മൾ കാണും. വരും ദിവസങ്ങളിൽ ഇവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ നമുക്ക് കർത്താവ് കൃപ തരും. കർത്താവിന് അസാധ്യമൊന്നുമില്ലല്ലോ. അവരെ ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കണം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾക്കും ഓരോ ഭവനം വാങ്ങിക്കുവാനായിട്ട് കർത്താവ് കൃപ കൊടുത്തു. അവര് ഇവരുടെ മോളെ കല്യാണത്തിന് വേണ്ടി കുട്ടിങ്ങനെ പലയിടത്തും പ്രപ്പോസലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രത്യേകം കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേരും 2 ധ്രുവങ്ങളിലാണ്. മോള് ശ്രീനഗറിലാണ് ഇവർ പഠിച്ചത്, മോൻ ഡെന്റലിലാണ്. രണ്ടിടത്ത് ഓടി ഞങ്ങൾക്ക് പോകാൻ, ഞങ്ങൾ പ്രായമായി വരുമ്പോൾ എല്ലായിടത്തും ഓടിപ്പോകാൻ പറ്റുന്നില്ല. എങ്കിലും കഴിവതും അവർ പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി ഞങ്ങളാലാവോളം പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ വാക്സിനേഷൻ ഞങ്ങൾ വലിയ മോൻ്റെ കൂടെ ചെല്ലണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് ഇനി പറഞ്ഞതുപോലെ മറ്റൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയിൽ കാണണം. ഈ ലോകത്തിൽ അവർ എന്ത് നേടുന്നു എന്നുള്ളതല്ല, നിത്യതയുടെ തീരത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണണം. ഞങ്ങൾ കാണണം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും കാണണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ 2025 എല്ലാ വർഷവും പറയുന്നത് പോലെയല്ല, ദൈവം ഞങ്ങൾക്ക് ദാനം തരുന്നുവെങ്കിൽ അനേക ആത്മാക്കളോട് അനേക ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈ അവസരം ഓർപ്പിക്കുകയാണ്. അവസരം ഒരുക്കുന്ന സമയത്തുള്ള നന്ദിയും ദൈവാസനമുള്ള നന്ദിയും ഞാൻ ഈ അവസരം വിനിയോഗിക്കാവുന്ന അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാവരെയും Praise the Lord. I don't really have much to say, but since the end of the year now, I'm very thankful for God for all the blessings He's done in our life. I've been very, very blessed this year. He's kept me safe throughout different school changes, living situation changes. Been very, very good to me throughout my education, my work life. Friends and family have been very, very blessed, and I'm very thankful to God for everything He's done in my life. I'd just like to read a verse from Psalm 62. Truly my soul finds rest in God. My salvation comes from Him. Truly He is my rock and my salvation. He is my fortress, and I will never be shaken. Thank you guys so much for praying with me, praying for me as well, and for my family. Thank you. കഴിഞ്ഞ 61 വർഷത്തോളം സഭയെ ആരാധിക്കുവാൻ ദൈവനെ വ്യാഖ്യാനിച്ച് നല്ലൊരു മാതൃകളുടെ ഭവനത്തിരിച്ചു കടന്നിരുന്നത്. അതുപോലെ മാതൃകളുടെ ഭവനത്തിലാണ് കടന്നിരുവാൻ ഇടയാക്കല്. എന്നാൽ സഭയുടെ അടുത്ത് താമസമാണ്. ഞങ്ങൾ അന്ന് മുതൽ ഈ രാജ്യത്ത് കടന്നു വരുന്ന ആൾ വരെ മൊത്തം സഭയെ ആരാധിക്കുകയും ദൈവസന്നിധിയെ കടന്നു പോകാനൊക്കെ ദൈവം അനുവദിച്ചു. ഈ രാജ്യത്ത് കടന്നു വന്ന് 6 മാസം കഴിഞ്ഞ് സ്ഥാനപ്പെടുവാനും കർത്താവ് അനുവദിച്ചു. അന്ന് മുതൽ ഇതുവരെയും ദൈവസഭയിലെ കടന്നു വരുവാനും ദൈവത്തെ ആരാധിക്കാനൊക്കെ എനിക്ക് ദൈവം ഇടയാക്കി. ഇതിനോളം നടത്തിയെങ്കിലും ഇത്രയും പ്രായം വരെ കർത്താവിനെ വലിയ ലോകത്തിൽ നിന്നും കെട്ടുമിടാതെ ദൈവനെ സൂക്ഷിച്ചു. നാട്ടിൽ 2 കൊടുത്ത് ഒരാൾക്ക് ഇപ്പോൾ ഈ ജനുവരി 85 വയസ്സും ഒരാൾക്ക് 2 വയസ്സും ആകുന്നുണ്ട്. ഇതുവരെ കർത്താവ് നന്മകളൊക്കെ കാണുവാൻ ഇടയാക്കിയതാണ്. എൻ്റെ മൂത്ത മോൾ സ്ഥാനപ്പെട്ടതാണ്. എങ്കിലും ഇപ്പോഴും മക്കളെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. നാട്ടിലെ ആഘോഷിക്കുന്നത് ദൈവത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ദൈവത്തെ അറിയുവാൻ ഒരു ഭാഗ്യം ദൈവം തരമായി വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. ദൈവം നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഇന്നും അതുപോലെ സന്തോഷമുണ്ട്. ഈ രാജ്യത്ത് കടന്നു വന്ന് പല പ്രാവശ്യം ബൈബിൾ മുഴുവനായി വായിച്ചു വെക്കുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കുവാൻ ദൈവം സഹായിച്ചതിനെ അങ്ങനെ വലിയൊരു ഭാഗ്യം കൂടെ എനിക്ക് പറ്റി. അന്ന് നാട്ടിൽ വായിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും പുതിയ ദൈവം വായിക്കും, സംഘത്തിൽ വായിക്കും, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വായിക്കും. ഈ ആദ്യം മുതൽ വായിച്ചത് തീർക്കുവാൻ ദൈവം
സഹായിച്ചത് ഇപ്പോൾ പലവട്ടം ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പേ കഴിഞ്ഞ ഈ വർഷം വായിച്ചു തീർത്തതിന് ദൈവത്തിയാക്കി വീണ്ടും വായിക്കാൻ തുടങ്ങി. കിട്ടുന്ന സമയമൊക്കെ വായിപ്പാനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ആരോഗ്യം ഇത്രത്തോളം തന്നെ ദൈവം നിങ്ങളുടെ കൂടെ അയക്കുവാൻ സഹായിച്ചു. 13 വർഷം കഴിഞ്ഞ് ഈ രാജ്യത്ത് കടന്നു വരുവാൻ ദൈവം എന്നെ നടത്തി ഇങ്ങോളം കൊണ്ടുവന്നു. വീണ്ടും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തെ അവസാനത്തെ സന്ധ്യയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളുടെ കുടുംബമായി ലാഭത്തിനും പ്രയാസത്തിനും വിളിച്ച് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം വിശ്വസിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് 55 വർഷം ഒരു ദിവസം കൂടെ കാലത്തിനായി സ്തുതിക്കുന്നു. വളരെ കർത്താവ് മക്കളെയും മരുമക്കളെയും കൊച്ചുകളെയും കർത്താവിനായി സ്തുതിക്കുന്നു. ഇത്രത്തോളം ആയുഷ്കാര്യനെ വീണ്ടും കർത്താവിൻ്റെ വേല സമർപ്പിക്കുന്നത് എനിക്ക് ഇനി വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനൊരു കാര്യമില്ല. ഒരാഗ്രഹം ഈ ഭൂമിയിൽ എനിക്ക് വേണ്ട. ഒന്നിൻ്റെ ആവശ്യമില്ല. കർത്താവ് എപ്പോഴാണ് വിളിക്കുന്നത് ഞാൻ ചിലപ്പോൾ കൊടുക്കാതിരിക്കുകയാണ്. തക്ക സമയത്ത് കർത്താവ് 40 വർഷത്തെ കഴിഞ്ഞ ശരീരത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. കർത്താവ് അതിൻ്റെ ഉപയോഗിച്ചു ആരോഗ്യത്തോളം ജോലി ഒഴിച്ചു പോകാനുള്ള ആരോഗ്യമൊക്കെ കൊടുത്തതിനെ നന്ദി സ്വീകരിക്കുന്നതിലും കർത്താവിൻ്റെ വലുതൊക്കെ കുടുംബം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരുന്നു. Praise God. I thank God for this opportunity. God has given me a second chance. As you all know, I had COVID 4 years ago. And I was in the hospital for 30 days. With 50 liters of oxygen. That was the maximum oxygen anybody could have. Nobody had hope for me, not even the doctors. But God has healed me. He has given me a chance. I never thought I would come off the oxygen this much. The doctors, when I left the hospital, I was 30 days in the hospital, then went to the rehab for 14 days. Because I wasn't able to walk or do anything myself. I had to regain everything. And when I left the hospital, the doctor told me within 5 months I will be dead. Now it's 4 years. I'm still alive. God's good. And a lot of people prayed all over the world for me. God answered all of their prayers. And even this church, I asked Pastor and everybody to pray for me when I went for physical. I thought I never go past physical. Usually, even when I was healthy, I would only get like 3 months or 6 months. But church prayed, and I got my physical for 2 years, which is a miracle. Yes. And I'm able to go back to work and start working. Ask everybody to pray for me for my real health, even though I have a lot of issues still. Asking everybody to continue praying for me. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ടെസ്റ്റിമണിക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I am very happy that we all took time to reflect on our life. And so I am the only one who didn't say any testimony. So I just take a moment to say a word of testimony that the biggest thing that happened in my life
in 2024 is the starting of this church. That is the biggest thing that happened. This was in my heart for since 2 years. This has been in my heart, and it was nothing that I could put it out. Sometimes I just say, I'm too old, I'm retired, I don't need to do this, I need to relax, I need to go around places and travel. This is not for, but whatever that was in me was compelling me. It was just compelling me that it never goes away. So I yielded to the Lord's will. I talked with the Church of God officials, and they were all very favorable. And then, as we mentioned earlier, Sister Jessie, Sister Bindu, and Brother David, and there's a child, and we came and talked to them, and they opened this house, and then you know what happened here. So that was actually the biggest thing that happened, and that makes me the most happy. That makes me the most happy. The other day I told my wife, I have 3 priorities in my life. Number 1 is this church, top priority. Number 2 is that I'm working on a degree that I want to finish it. And number 3 is that I am planning to write a book. So these are the 3 priorities of my life. And it will take a long time. It cannot be done in 1 week or 2 weeks or in a month. It will take longer time. One model that I have in my mind for this church is the growth will come. Definitely the growth will come. I have no doubt. But it is going to take a little bit time. And we don't want that, just like Sister Annie said, we shouldn't get discouraged. And I tell you, the way God works is not by the size of the congregation. The Lord works when 2 or 3 people gather together, when they pour their heart in the presence of God, when they clean their heart. You have to come to God's presence in a nicer way that God appreciates. And when you pray, God hears it. So in this church, God will hear our prayer. There's no doubt about it. So that is actually my testimony, and I will continue to work to make this church grow, and all of you need to work. We need to work together. And one thing that I have done is I printed a few business cards. So if you take a few with you and distribute to some people, and maybe they will call, and I will also go around and place it in places where people can pick it up. Well, in 2015, I retired my secular job, 2015. Then I thought, what would I do? How would I spend my time? Do I like watching TV and sitting down on the couch, sleeping on it? So how am I going to spend my time? So I am very good in finances, and that was my job with Verizon. I was doing financial planning, analysis, creating billions of dollars budget. It was a pretty big job. And so I thought I wanted to do something in that field. So I thought about, reflected what it is. So the idea came to my mind to start a tax preparation business. And then when I started it, I didn't know anything about tax preparation at that point. I just took a bold step to start it. I did not have any clients. I had 0 clients. I went ahead and leased an office room, very nice office. At the Shiloh Miller corner, there's a bank building. I had an office there. And that year, 36 people came to me, 36 people. So that year, I probably lost about $20,000. When I paid for the programs, I didn't get any pay because I was working for free, and I was not charging people much because I wanted people to come to me. So the next year, that number went up to 70 or something. But now I have
clients that I cannot handle. So that is a model for the growth of this church. The first year it could be small. But how did that happen is, just like this business card. I printed business card. I went to churches like IPC Hebron and so many churches. I put a card on everybody's windshield. And some of those turned out to be my customers. So there is power in this card. So there's power in advertisement. There is power in calling people and talking to them. I'm not going to be shy about inviting people to come to church. But I haven't started that yet. I've been so busy with my courses, I was buried with it. So now I'm going to find time, I'm going to schedule my day in such a way that I have certain number of hours for certain things. So it will be all blocked, and so this will be, in my mind, I have no doubt, this church will definitely grow. Will definitely grow. But it will take a little bit of time. And the key thing is prayer. So let us all pray together, and the Lord will give us the growth. Today our church may not end at 11:30, since we went to do several other things. And I think my message will probably take 30 minutes or so. And then we will sing a song at the end. Brother Justin, can you sing an English song at the end? After the message? Sure. Okay. And then we will have the song, and then I will pray for everyone, and we'll close the service that way. So as I mentioned when I started the worship service today, we are on the last Sunday of the year. കർത്താവ് നമ്മെ 24-ലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിൽ കൊണ്ടുവന്നു. അപ്പോൾ now when we come together on the last Sunday, what normally we do is we look back. We look back. And that is why I took this time. We have to look back and see what the Lord has done for us. Not so much what I have accomplished with my own abilities and strength, although I recognize it. Our abilities have a big part in our life. I'm not neglecting it. But I am actually overemphasizing what the Lord is doing has a greater part in our life and in everything that happens in our life. In a few days, the 2024 is going to the historical pages. It's going to remain there. With everything that happened in 2024, it's going to remain as a history. In a few days, we will embrace and welcome a new year, 2025. And that we have to do with a renewed hope. നമ്മുടെ പ്രത്യാശയോടെ, വളരെ ആശയോടെ 2025 നമ്മൾ സ്വാഗതം ചെയ്യണം. So every year we start this year with God, with prayer. So sometimes we have been with a larger group. We worshipped in Crossnet Church. We had a large group there. Then the last 2 years we didn't go to any church. We prayed in our home. And on December 31st, we made sure that we start our new year with a prayer and with in the presence of God. So that's what I encourage you, regardless of where you all are. Start the year in the presence of God, and your year will be better. So as we look back and reflect it, we see a lot of things that God has done. A lot of things the Lord has done. And that will give us gratitude in our heart. Brother David's testimony was such that there was no chance for him. And when we look back, we saw how the Lord brought him out of a horrible situation, a terrible situation. I remember even before I came to talk to Sister
Bindu and Brother David, I saw on Facebook his picture. He had an oxygen tube connected, and I prayed for him because there was a prayer request. And today I am so excited and so happy that the Lord has done greater things in his life. And in all of your testimonies, in everything that you have said, whether it is a physical issue or a financial issue or any other issues, mental issues, we don't recognize mental issues at all. We think those are crazy things, we don't want to mention it. But mental health is important. So God kept us mentally healthy, physically healthy, and spiritually healthy. And that should fill our hearts with gratitude. So this morning, this is what I'm going to do. In my message, we're going to meditate together on three things. The first thing is that a reflection on the faithfulness of God. That's what we have already done. We already have done a reflection in your own personal life, how faithful the Lord was and how faithful the Lord will be in the years to come. And secondly, we will meditate on what it really means to live with a grateful heart. What does that really mean? Living with a grateful heart. And number three is that we will welcoming the new year with renewed hope. Those are the three things I am going to speak today. Now, ഇന്ന് മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചിന്തിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ വിശ്വസ്തത. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം വിശ്വസ്തനായിരുന്നു. രണ്ട്, നന്ദിയുള്ള ഹൃദയത്തോട് ജീവിക്കുന്ന ഒരവസ്ഥ. നന്ദിയുള്ള ഹൃദയത്തോട് ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ഒരവസ്ഥ. മൂന്ന്, പുതിയ വർഷത്തെ പുതിയ പ്രതീക്ഷകളോട് കൂടി സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജിൽ കൂടി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. സോ ഒന്നാമതായിട്ട് നാം ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് എന്താണ്? ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. നമ്മളെപ്പോഴും സാക്ഷ്യം പറയും, ദൈവം വിശ്വസ്തനായിരുന്നു. പക്ഷെ എന്താണ് ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്? വാട്ട് ഇറ്റ് റിയലി മീൻസ് when we say God is faithful to us. ഒരു പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് കാണത്തില്ല, അതിന്റെ ആഴത്തിലോട്ട് നമ്മൾ ഇറങ്ങി കാണത്തില്ല. നമ്മൾ എപ്പോഴും പറയും ദൈവം നമുക്ക് നല്ലവനായിരുന്നു, ദൈവം വിശ്വസ്തനായിരുന്നു, ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് നാം പറയുമ്പോൾ നമ്മുടെ ദൈവം അചഞ്ചലനാണ്. He is an unwavering God. Our God is an unwavering. He doesn't really waver much. But compare that to human being. When today, this week we have somebody who are very close friends. Next week something happened, they are far away. Then it's waves back and forth. But regardless of what we do in our life, how much we love God or we didn't do any loving God, He still loves us. Amen. I'm not encouraging you not to love God and still expect God to love you. But I'm telling you that our God never wavers. He have no questions about His people. And then God's faithfulness means that our God is a dependable God. നമ്മുടെ ദൈവം നമുക്ക് ആശ്രയിക്കുവാൻ പറ്റിയ ദൈവമാണ്. He is a God we can depend. But look at our friends. How many times we can depend on people? Maybe sometimes we can depend. But the moment they get angry on us, that dependency is gone. But our God has pity. In the psalm that I read, I'm going to come back to this psalm also to say a few things. Our God has pity on us. He doesn't get angry on us. But He's like a father to His children. So we can depend on our God. Dependable. Then God's faithfulness means
His promises, His love and His actions are constant. Is constant. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, സ്നേഹം, പ്രവൃത്തി ഇതെല്ലാം സ്ഥിരമുള്ളവയാണ്. അതിനകത്തിൽ അസ്ഥിരതയില്ല. അപ്പോൾ ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം വളരെ ആഴമുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്. He fulfills his promises. നാം പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു. ദൈവം ദാവീദിനോട് ചില വാഗ്ദത്തങ്ങൾ ചെയ്തു. അനേക വ്യക്തികളോട് ദൈവം സംസാരിച്ചു. ദൈവം ഇടപെട്ടു. ഓരോ വാഗ്ദത്തങ്ങൾ അവർക്ക് കൊടുത്തു. പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് രക്ഷ വാഗ്ദത്തം ചെയ്തു. നിത്യജീവിതം വാഗ്ദത്തം ചെയ്തു. ഇതെല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സ്ഥിരമുള്ളതാണ്. അതിനകത്തിൽ ഒരു അസ്ഥിരതയില്ല. അപ്പോൾ നമുക്ക് രക്ഷ ലഭിക്കും എന്നുള്ളത് ഒരു സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നിത്യജീവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നാം കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ഒരിക്കൽ ദൈവത്തോട് കൂടെ ആയിരിക്കുമെന്നുള്ളതിന് ഒരു മാറ്റമില്ല. അതാണ് ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ്. ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. He doesn't change. അതുകൊണ്ടാണ് ഈ എബ്രായർ 13:8 നാം വായിക്കുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. Jesus Christ is the same yesterday, today and forever. And God is faithful in keeping His promises. ദൈവം ചെയ്തിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും ദൈവം നിവർത്തിക്കും. ഒരു പക്ഷേങ്കിൽ നമ്മൾക്ക് അല്പം ധൃതിയൊക്കെ കാണുമായിരിക്കും. We are a little bit hastily, but we have to learn to wait on the Lord. Just like the Psalm said, I waited patiently on the Lord, and the Lord will have answered, and God will answer. Sometimes God knows better plan. When I evaluate something, I actually make decision based on data. That is how I done in my work. So I need to have data to do all business. I became a kind of dependent on data. And so when I see data, then I see, okay, I can look at what is good, what is bad, how this helps, how this hurts. So I can see all those. So that is how I make decisions. But when God look at our situations and how He makes decisions for each and every one of you, He sees the big picture. He sees a picture that we can never imagine. And He sees what your needs are. He knows what is better for you. You may be only asking for a small portion of what God is going to give it to you. So then, God knows if you get this, how much trouble you will go through. Then He may not give you that, and God will keep you in His plan. His plans are always perfect. God's plans have no deficiencies or problems in it. God is faithful in His love. His love is steadfast and unconditional. God's love is steadfast and unconditional. ദൈവസ്നേഹം ഉറച്ചതും നിരുപാധികവുമാണ്. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ പ്രകടനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. നമ്മുടെ പേരൻസിൻ്റെയൊക്കെ അടുത്ത് വന്ന് നമ്മൾ സ്നേഹം അഭിനയിച്ച് കാണിക്കാൻ പറ്റും. മറ്റുള്ള മനുഷ്യരോട് സ്നേഹം അഭിനയിച്ച് കാണിക്കാൻ പറ്റും. പക്ഷെ ദൈവസന്നിധിയിൽ സ്നേഹം അഭിനയിക്കാൻ പറ്റത്തില്ല. നമ്മൾ റിയലായിട്ടുള്ള സ്നേഹം അതുള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. അപ്പൊ നമ്മുടെ സ്നേഹ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അത് ദൈവത്തിന്റെ കരുണയുടെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾക്ക് ജീവിതത്തിൽ മറ്റൊരു ഏരിയ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്നത് നമുക്ക് കഷ്ടം, ദുഃഖം, ബലഹീനത എന്നിവയൊക്കെയുള്ള സമയങ്ങളുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കത്തില്ല. കഷ്ടങ്ങളുള്ള സമയം കാണും,
ദുഃഖങ്ങളുള്ള സമയം കാണും, ബലഹീനതയുള്ള സമയം കാണും. ആ സമയങ്ങളിലെല്ലാം നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ് ഈ ദൈവം. നമ്മെ കൈവിടത്തില്ല. മറ്റുള്ള മനുഷ്യരൊക്കെ നമ്മളെ കൈവിടുന്നവരാണ്. പക്ഷെ ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കും. നാം ബലഹീനരായിരിക്കുമ്പോൾ He is strong. He is a strong and mighty God when we are weak in His presence. So God's faithfulness, there's more to say, but I'm going to move on to the next things because the time is running out on me. So the faithfulness of God, when we just say that word, God is working in all areas of our life. And that I will talk about in a moment. But you see that God is working in all areas of our life. When I'm going to just read the words from Lamentation, വിലാപങ്ങൾ 3:22-23 നാം വായിക്കുമ്പോൾ, മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഞാൻ വായിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും, നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത, നാം ജീവനോട് ഇരിക്കുന്നത് ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണ്. ദൈവം നമ്മോട് കരുണ കാണിച്ചുകൊണ്ടാണ്. Through the Lord's mercies we are not consumed, because His compassion fail not. They are new every morning. Great is thy faithfulness. So the Lord's eyes are watching all of us. We are under the watchful eyes of the Lord. When you go out, when you come in, when you work, when you sit, when you sleep, the Lord has so many. I have a home in India. I put cameras everywhere. So if a fly comes in there, I get an alert. So look at that. The worldly system can watch people, and how much this watchful eyes of the Lord. ദൈവത്തിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. So are we not so happy? Are not our heart filled with gratitude because the Lord is working for us? Not that He's our servant, but He is working so many things to help us. And നമ്മളെല്ലാം ദൈവത്തിന്റെ ജാഗ്രതയുള്ള കണ്ണുകളുടെ നിരീക്ഷണ വലയത്തിലാണ്. So the faithfulness of God is so great. ഞാനിവിടെ ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ട ഒരു ട്രാജിക് ഇവന്റ് കേരളത്തിൽ ഈ ഡിസംബർ മാസത്തിൽ 4 ഫാമിലി മെമ്പേഴ്സ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ കാറ് ശബരിമലയ്ക്ക് തീർത്ഥാടകർ പോയ ഒരു ബസ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് അവർ 4 പേര്, 2 ചെറുപ്പക്കാരും 2 പ്രായമുള്ളവരും 4 പേര് അവരെ ഈ ലോകം വിട്ട് പോയി. ഡിസംബർ 19 തീയതി ആയിരുന്നു അവരുടെ ഫ്യൂണറൽ സർവീസ്. അപ്പോൾ നമ്മൾ നോക്കണം, അവർ വളരെ പ്രതീക്ഷയുള്ളവരാണ്. 2 ചെറുപ്പക്കാർ വിവാഹിതരായിട്ട് അധികം സമയമായിട്ടില്ല. കമ്മിങ് ബാക്ക്. സോ വലിയ പ്രതീക്ഷകളോടുകൂടി ജീവിച്ച ഒരു ഫാമിലി. അവരുടെ ഇൻലോസ് 2 പേരാണ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോയത് ട്രിവാൻഡ്രത്തിൽ നിന്ന്. അപ്പോൾ അവരുടെ ദുഃഖം നമ്മൾ ഓർത്ത് നോക്കണം. എത്രയോ ഫാമിലിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ 24 ഉണ്ടായി. എത്രയോ ഫാമിലി ദുഃഖത്തിലും പ്രയാസത്തിലും അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നു. കർത്താവിന്റെ ജാഗ്രതയുള്ള കണ്ണുകൾ നമ്മെ നോക്കിയതുകൊണ്ട്, കർത്താവിന്റെ ബലമുള്ള കരം നമ്മെ താങ്ങിയതുകൊണ്ട്, ദൈവം നമ്മുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ട്, അവന്റെ ചിറകിന്റെ മറവിൽ അവൻ നമ്മെ സൂക്ഷിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോട് ഇരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ലിവിങ് വിത്ത് എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടുകൂടി
ദൈവസ്ഥാനത്തിൽ ജീവിക്കണം. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? 103 സങ്കീർത്തനം തിരഞ്ഞെടുത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് അത് എൻ്റെ ഈ തീവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നു. രണ്ടാമത് 103 സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ മക്കൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ യഥാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ദൈവത്തിന്റെ വലിയ ഒരു പ്രൊട്ടക്ഷൻ ആ സങ്കീർത്തനത്തിൽ ഉടനീളം കാണുന്നുണ്ട്. ഞാൻ എൻ്റെ സമയം കുറയുന്നതുകൊണ്ട് എല്ലാം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പാവം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം നല്ലത് ചെയ്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അറിയാം. നമുക്ക് ചീത്ത ചെയ്യാനായിട്ട് ഒരു പ്രശ്നവുമില്ല. അതിനോട്ടാണ് ആളുകൾക്ക് താല്പര്യമുള്ളത്. നല്ല വാക്കുകൾ പറയാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അഴുക്ക് വാക്കുകൾ വായിക്കൂടി വരുന്നതിന് ഒരു പ്രശ്നവുമില്ല. അപ്പം നന്മ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആക്റ്റീവായിട്ട് അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഇവിടെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ദൈവത്തോട് അടുക്കുവാൻ മനുഷ്യനെ തടഞ്ഞു വെക്കുന്നത് അവന്റെ പാപമാണ്. ഇവിടെ അതിനാണ് ഈ സങ്കീർത്തനത്തിൽ ആദ്യം പരിഹാരം വരുത്തിയിരിക്കുന്നത്. He forgives our sins, our iniquities. അകൃത്യമൊക്കെയും മോചിക്കുന്നു. Then you look at the next verse, you see He heals all our diseases. നമ്മുടെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. അടുത്തത് He redeems our life. നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കും. പത്തനംതിട്ട നടന്ന ആ 4 പേരുടെ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, അതൊരു നാശകരമായ ഒരവസ്ഥയിലേക്ക് അവർ പോയി. But God redeems His people from destructive events. We have to have that confidence. And then He crowns us with loving kindness and tender mercies. ദയയും കരുണയും ദൈവത്തിന്റെ മക്കളെ അണിയിക്കുന്നു. God satisfies our mouth with good things. That means He gives us food and He makes us happy, because healthy. Our health comes from food. So He gives us all those. And then He renews our life. He renews our life. Renewal is an important matter in our life. Sometimes when we come together, everything there's an expression, BAU, business as usual. That means everything is status quo, everything is happening the same. We come and we sing some songs, and then we do this, we do that. That becomes business as usual. But when we have a church, we don't want anything as business as usual. That is why I am flexible. I want the Holy Spirit to control it. I want the Holy Spirit to guide it. We don't want it to just come and do some business practices, but we just want to allow the Lord to speak to us, allow the Lord to use us, and we stay behind. We stay behind the Lord, and we stay with the Lord. And the Lord is the one who is going to do the work. And then the Lord will do everything right. And then finally, God executes righteousness for the oppressed. അടിച്ചമർത്തപ്പെട്ട അനേകം നമ്മുടെ സമൂഹത്തിലുണ്ട്. ശബ്ദമില്ലാത്തവർ, നിശബ്ദരായിട്ടിരിക്കുന്നവർ, അവർക്ക് ദൈവം നീതി നടപ്പാക്കുന്ന ദൈവമാണ്. So you look at all these things that the Lord is doing for His people. How can you be silent? You have to lift your hands and praise God because of all these things the Lord is doing for us. And He is doing great things. And this is the reason why we are going to welcome the new year. We knew how the Lord helped us in 24. We know our God is faithful, dependable, reliable, and we can trust Him, and we know how the Lord works and how He protects us. From Psalms 103, everything that we read there, we know such a God is so powerful. That makes me so happy to know that God is holding my hand.
And today I assure you that God is going to hold your hands, your hands, your hands, and that God is going to guide you in 2025. From the very first moment, the very first second we enter into the year 2025, until we reach again a moment like this, the Lord is going to hold your hand, and the Lord is going to hold your hand, and പുതിയ വർഷത്തെ നമുക്ക് പുതിയ പ്രതീക്ഷയോട് സ്വാഗതം ചെയ്യാം. പൗലോസ് എഴുതിയ ഒരു വാക്യം, Philippians chapter 3 verses 12 to 14. പൗലോസ് തൻ്റെ ജീവിതത്തെ ഒന്ന് അവലോകനം ചെയ്യുക. Paul was looking at his own life. So just like we reflected on our life. So he reflected on his life, and this is what he is saying. I'm just going to say that in Malayalam. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ഈ വാക്യങ്ങളിൽ പൗലോസ് തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു പ്രതിഫലനമാണ്, ഒരു റിഫ്ലക്ഷനാണ് നാം അവിടെ കാണുന്നത്. പൗലോസിന്റെ ഈ പ്രതിഫലനം ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു പ്രതിഫലനമാണ്. പൗലോസ് ഒരു സൂപ്പർ ഹീറോ ആണ് എന്ന് കാണിക്കത്തക്കതുപോലെ ഒരു പടം ഇവിടെ വരച്ച് കാണിക്കുന്നില്ല. പൗലോസ് ഒരു സാധാരണ മനുഷ്യനാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യമുള്ള ഒരാളാണ്. എന്നാൽ എല്ലാം ചെയ്യാൻ പറ്റിയില്ല. എല്ലാം പൗലോസ് ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. പക്ഷേങ്കിൽ പൗലോസ് ഒരു കാര്യം ചെയ്തു. പഴയ കാലത്തെ ഓർത്ത് വിഷാദിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് ഇരുന്ന് സമയം കളയാനായിട്ട് പൗലോസിന് മനസ്സില്ല. പൗലോസ് പറഞ്ഞു, പഴയ കാലം എന്ന് പറയുന്നത് ഒരുപാട് വേദനയുള്ള കാലമാണ്. ഒരുപാട് പേര് നമ്മെക്കുറിച്ച് അതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ വേദന ഉണ്ടാകും. പഴയ കാലം എന്ന് പറയുന്നത് നമുക്ക് കഷ്ടതയുള്ള സമയങ്ങളായിരുന്നിരിക്കാം. പഴയ കാലം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന വർഷങ്ങളായിരുന്നിരിക്കാം. പഴയ കാലം എന്ന് പറയുന്നത് എപ്പോഴും നല്ലതായിട്ട് നമുക്കിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് വറി ചെയ്തിരുന്നാൽ നമ്മൾ പഴയതിലും കഷ്ടത്തിലോട്ട് നീങ്ങും. പൗലോസ് പറയുന്നത് എന്താണ്? പഴയതിനെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. പഴയതൊക്കെ മറക്കണം. പഴയതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തെ കുറിച്ച്, നിങ്ങളുടെ ഭാവി കാലത്തെ കുറിച്ച്, നിങ്ങളുടെ ഭൂതകാലം മറന്നിട്ട് നിങ്ങളുടെ ഭാവി കാലത്തെ കുറിച്ച് നമ്മുടെ ദൃഷ്ടി, it has to be on the future. We have to think about that. ഒന്ന് ഞാൻ ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന സംഭവങ്ങൾ അത് എന്ത് തന്നെയായിരുന്നാലും ഞാൻ അതിനെ മറക്കുന്നു. ഞാൻ എൻ്റെ മുൻപിലുള്ള 25 ഞാൻ ഉറ്റുനോക്കുന്നു. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ വർഷമാണ്. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വർഷമാണ്. ഈ വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ പറ്റുന്ന വർഷമാണ്. ആ പുത്തൻ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ റിന്യൂവൽ. നമ്മുടെ ജീവിതത്തിന്റെ റിന്യൂവൽ എന്ന് പറയുന്നത് ഈ പ്രതീക്ഷ നമ്മെ നയിക്കുന്നത്. ഈ ദൈവം ആരാണ്? ഈ ദൈവം നമ്മളിൽ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ് എന്ന് നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു പ്രശ്നമില്ല. I have no problem trusting in God. ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പലർക്ക് പറഞ്ഞിട്ടുണ്ട്, how can you really worship God? You cannot see this God. I think they have a point, because you have to see something to touch and feel. We come together and say worship God and He is here, but you don't see this God. He is an invisible God. അവൻ അദൃശ്യനായ ഒരു ദൈവമാണ്.
He is an omnipotent God. സർവശക്തിയുള്ള ദൈവമാണ്. He is an omniscient God. He knows everything. എല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ആന്തരികമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് ആ ദൈവത്തെ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരൻ പറഞ്ഞത്, കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എല്ലാം എൻ്റെ കണ്ണിന്റെ മുൻപിൽ ഉള്ളതുപോലെ ഞാൻ എല്ലാം വിശ്വാസത്താൽ കാണുന്നു. ഇന്ന് ഇവിടെ ഞാൻ സംസാരിച്ച വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നമ്മൾക്ക് 24 നഷ്ടപ്പെടുകയാണ്, 25 നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. പുതിയ പ്രതീക്ഷയോട്, പുതിയ ദൈവസന്നിധിയിലുള്ള പുതിയ താല്പര്യത്തോട് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ പ്രോഗ്രാം ഒക്കെ റീഅറേഞ്ച് ചെയ്തപ്പോൾ ഓഫറിംഗ് എടുക്കുന്ന കാര്യവും സിസ്റ്റർ ജെസ്സിയുടെ പാട്ടിൻ്റെ കാര്യം മറന്നുപോയി. ആരും സിംഗിങ്? Just again sing. Okay. All right. So we're going to sing. Come in. Okay. What happened to Farina? She had migraines, so she can't get. Oh. Praise the Lord. Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Thou changest not, thy compassions, they fail not. As thou hast been, thou forever wilt be. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand has provided. Great is thy faithfulness, Lord, unto me. Summer and winter and springtime and harvest, sun, moon, and stars in their courses above, join with all nature in manifold witness to thy great faithfulness, mercy, and love. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hands have provided. Great is thy faithfulness, Lord, unto me. Pardon for sin and a peace that endureth, thine own dear presence to cheer and to guide, strength for today and bright hope for tomorrow, blessings all mine and 10,000 beside. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hands hath provided. Great is thy faithfulness, Lord, unto me. Great is thy faithfulness, great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hands have provided. Great is thy faithfulness, Lord, unto me.
Justin. May God bless you and use you greatly. നമുക്ക് നമ്മുടെ സഭായോഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നാം കേട്ട ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മെ സമർപ്പിക്കാം. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയ ആകാംക്ഷ, വലിയ പ്രതീക്ഷ, വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം നിറയട്ടെ. ദൈവം നമുക്ക് നല്ലവനായിരിക്കുമെന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. Hallelujah. We praise you, God. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന ദൈവസന്നിധിയിൽ തിരുനാമത്തെ ഉയർത്തുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ കൂടി ഞങ്ങൾക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവേ, 24 ജനുവരി മുതൽ ഡിസംബർ വരെ ഞങ്ങളെ സൂക്ഷിച്ച്, ഞങ്ങളെ പരിപാലിച്ച്, ഞങ്ങളെ നടത്തി, ഞങ്ങളെ കരം പിടിച്ച്, ഞങ്ങൾക്ക് ആലോചന തന്ന് ഞങ്ങളെ നടത്തിയ ദൈവം 25 ഞങ്ങളെ നടത്തുവാൻ ശക്തനാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്ന നിന്റെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് അടിയൻ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപ അവരുടെ മേൽ പകരണമേ. അങ്ങയുടെ ദൃഷ്ടി ഇവരുടെ മേൽ ഉണ്ടാകണമേ. അവർ പുറത്തു പോകുമ്പോൾ, അകത്തു വരുമ്പോൾ, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിന്റെ വലിയ സംരക്ഷണം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ സൂക്ഷിപ്പ് അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ പരിപാലനം അനുഭവിക്കുവാൻ, ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് സ്വർഗത്തിന്റെ കലവറകളെ തുറന്ന് കർത്താവേ എല്ലാ ആവശ്യങ്ങളും മാറിപ്പോകത്തക്കതുപോലെ വിശാലതയിലേക്ക് ഓരോരുത്തരെയും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ വലിയവനാകുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ വിശ്വസ്തതയെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചല്ലോ. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അർപ്പിക്കുന്ന കർത്താവേ, ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെയും ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പകരം കൊടുക്കുവാൻ ഒന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ 25 ഞങ്ങളാൽ ആവുന്നിടത്തോളം മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ, കർത്താവ് 25 സുവിശേഷ പ്രവർത്തനത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാക്കി എല്ലാവരുടെയും ജീവിതത്തിൽ തീർക്കണമേ. കർത്താവ് 25 ഈ സഭയെ കർത്താവ് വളർത്തണമേ. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ഈ സഭയിൽ കടന്നു വരുവാൻ, ഞങ്ങൾ ഉദ്ദേശിക്കാത്തതുപോലെ ഇവിടെ ഇരിക്കുവാൻ സ്ഥലമില്ലാത്തതുപോലെ വ്യക്തികളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. അടിയങ്ങളെ ഉപയോഗിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 25 എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർക്കുന്നു. ഈ കുടുംബത്തെ അടിയും ഓർക്കുന്നു. കർത്താവേ, ഈ കുടുംബം ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കർത്താവ് ആദരിക്കുന്നത് കൊണ്ട് സ്തോത്രം. നിന്റെ മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രിയ അച്ചായനും അമ്മച്ചിക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 55 വർഷം വിജയകരമായി ജീവിക്കുവാൻ ദൈവത്തിന്റെ മക്കളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഒത്തിരി തരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ സകലവിധമായ അനുഗ്രഹങ്ങളും അവരുടെ മീതെ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വാർദ്ധക്യ സമയത്തും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ശാരീരിക ബലത്തോട്, മാനസിക ബലത്തോട്, ആത്മീക സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ നിന്റെ മക്കളെ കർത്താവ് സഹായിക്കണം. അതിനായിട്ട് അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രിയ ഡേവിഡിന് വേണ്ടിയും അവരുടെ സജിക്ക് വേണ്ടിയും ബിന്ദുവിന് വേണ്ടിയും ഭവനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുടുംബമായി നീ അവരെ സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ കടന്നു വന്നത് കർത്താവേ, വളരെ വിഷമ ഘട്ടങ്ങളിലൂടെ അവർ കഴിഞ്ഞ വർഷക്കാലം കടന്നുപോയല്ലോ. എന്നാൽ അവിടുത്തെ വിശ്വസ്തതയുടെ മറവിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവം, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവം അവരുടെ ജീവിതത്തിൽ ആശ്വാസമായി സൗഖ്യമായി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് ഓ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വഴി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പ്രിയ അഭിനമോൾ ശാരീരികമായി സൗഖ്യമില്ലാതെ ഇരിക്കുന്നല്ലോ. ദൈവത്തിന്റെ കരങ്ങളിൽ പ്രിയ പൈതൽ നേടി ഏൽപ്പിക്കുന്ന കർത്താവേ,
ഞങ്ങൾ വിശ്വാസത്തോടുകൂടി മുട്ടുവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ സൗഖ്യം ആക്കുന്ന കരം തന്നെ സ്പർശിച്ച് അത്ഭുതകരമായ സൗഖ്യം പ്രിയ മകൾക്ക് നൽകുവാനടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റർ ബിന്ദുവിന്റെ ബിസിനസിനെ കർത്താവ് വിപുലീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ഭവനത്തിന്റെ ആവശ്യങ്ങളിലെല്ലാം ദൈവം സഹായിക്കണമേ. ഒന്നിനും ഒരു മുട്ടും ഒന്നിനും ഒരു മുടക്കവും വരാതെ ദൈവം സകലവും നൽകി കൊടുക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ 24 നടത്തിയ ദൈവം 25 നിന്റെ മക്കളെ അനുഗ്രഹത്തോട് നടത്തണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രിയ സിസ്റ്റർ ആനി ഫിലിപ്പിനെയും പ്രശാന്ത് ബ്രദറിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞങ്ങളുടെ കരങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വയ്ക്കുന്നവരുടെ മക്കളെയും കൊച്ചുമക്കളെയും കുടുംബമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വെക്കുന്നു. കർത്താവേ, ദൈവം പ്രിയ ദാസിയുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ്, നിന്റെ ദാസിയുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിഞ്ഞ്, ഹൃദയത്തിലെ താല്പര്യങ്ങളെ അറിഞ്ഞ് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ കർത്താവ് സഹായിക്കണമേ. പോകുന്ന യാത്രകളിൽ ദൈവത്തിന്റെ കരുണ കൃപ കൂടെ ഇരിക്കണമേ. എല്ലായിടത്തും വിജയിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഭവനത്തെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പ്രിയ വിൽസുന്നവർക്കും മിനിസിനും പ്രിയ അമ്മച്ചിക്കും കർത്താവെ ആശ്വി മോൾക്കും ആയുഷ് മോനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവം അവരെ സഹായിക്കണമേ. കഴിഞ്ഞ വർഷങ്ങളിൽ അവരുടെ ജീവിതത്തിലും അവർ വിവിധ തരത്തിലുള്ള പ്രയാസ പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയി. എന്നാൽ ഒരിക്കലും ഞങ്ങളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിച്ചു എന്ന് കർത്താവെ പ്രിയ മിനിസിന്റെ സാക്ഷ്യത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. കർത്താവെ, ഈ നാടുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുവാനും ആ ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവെ ആ കുടുംബത്തെ അടിയൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മിഷനറി കുടുംബത്തിന്റെ താല്പര്യങ്ങൾ, അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, അവർ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ ആഗ്രഹിക്കുന്നതിനും ഉദ്ദേശിക്കുന്നതിനും വളരെ വിശാലമായ നിലയിൽ ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. പ്രത്യേകിച്ച് വിഷൻ സ്കൂളിന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പ്രതീക്ഷിക്കുന്ന കൂടുതൽ സ്റ്റുഡൻസ് കടന്നു വരുവാനും കർത്താവ് അത് ദൈവനാമത്തിനായി തീരുവാനും കർത്താവ് ഇടവരുത്തണമേ എന്ന് അടിയൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. Lord, I pray for Justin. I thank you, Lord, for his life. Oh, I pray that you will use him so mightily in the days to come. I thank you, Jesus, for the talents and the abilities that you have given him. I pray that you bless him. I pray that you give him a blessed 2025 in his life. I pray that you bless him in his education. I pray that you bless him in his future. I pray that you open doors for him, Lord. Hallelujah. Let the blessing of God dwell in his life. I pray for his family, his parents, his sister. I pray that all of them will be blessed in 2025. Lord, I pray for Pastor John Thomas and Sister Elsie as they are in India. I pray that you will continue to use them and bless them, O Lord, that they may lift up the name of Jesus Christ wherever they are. We thank you, O Lord. We commit ourselves into your hand. Oh, I pray the Lord that we are weak vessels, but you are strong. Lord, we don't know what to do, but you know what to do. I pray that you guide us and you help us, that we will go and do your will. Whatever you want us to do, not my will, my purposes, but I commit to do the will of the living God in 2025. Oh, Jesus, I thank you for everything that you have done. I pray for Pastor K.J. Matthew in Tennessee, Chattanooga, Tennessee, as he is suffering with leukemia and the problem in his body. I pray now, oh God, that God will touch him and heal him and make him well. We don't know what your will is, but we humbly request you, O Lord, that you touch him and make him well. We pray for Brother Nainan Thomas, with the persecutions that he was going through. Lord, you are the one who controls your work. There are so many people like Brother Nainan Thomas going through persecutions in North India and in other parts of India. Lord, the work is yours and they are servants who is doing the work for you.
I pray that you protect them and you deliver them, O Lord. Send your angels and protect them. We pray for Sister Sumi. We have been, whatever situation, physical problem she is going through, Lord, we together as a church claim victory for her. We claim victory on her physical problem. We claim victory over the surgery. We claim her life to be secure in the hands of God. Lord, we commit ourselves in your presence. കർത്താവേ, ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അടുത്ത ഒരു വർഷക്കാലം വിജയകരമായി ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേട്ടതുകൊണ്ട് ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേലയെ സ്നേഹിച്ചെടുത്തിരിക്കുന്ന സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കലവറകളെ തുറന്ന് വിശാലമായ അളവില്ലാത്ത അനുഗ്രഹങ്ങളാൽ കർത്താവ് ഓരോരുത്തരെയും നിറയ്ക്കുന്നതുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നാം പ്രവേശിക്കുന്ന 25 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീർക്കുവാനും ദൈവത്തിന്റെ കൃപയും സമാധാനവും എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. Okay, so